Assalamualaikum. Namaskaram friends. Garam Masalയുടെ പുതിയൊരു ഇഫ്താർ റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് മെയിൻ ഡിഷായിട്ട് സെർവ് ചെയ്യാവുന്ന ഒരു ഐറ്റം കേട്ടോ. മെയിൻ ഡിഷായിട്ട് ഞാനിവിടെ സെർവ് ചെയ്യുന്നത് പത്തിരിയാണ്. ഈ പത്തിരിക്ക് സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യുന്നത് വേറൊന്നുമില്ല, മട്ടൻ മസാലയാണ്. ബീഫും ചിക്കനൊക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാട്ടോ ഈ മട്ടൻ മസാല. വളരെ ഈസി ആയിട്ട് ഞാനിത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് പത്തിരിയുടെ കൂടെ അല്ല, ഗീ റൈസിൻ്റെ കൂടെ, അതുപോലെ തന്നെ ഇടിയപ്പം, ദോശ, ഇവയുടെ കൂടെയൊക്കെ നമുക്ക് ഈ മട്ടൻ മസാല സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്കതിന് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ മട്ടൻ മസാല എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മട്ടൻ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മട്ടൺ എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 1 കിലോ മട്ടൺ എടുത്തിട്ടുള്ളത്. മട്ടൺ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള മട്ടനെ ഞാനൊരു പ്രഷർ കുക്കറിലോട്ടാണ് എടുക്കുന്നത്. പ്രഷർ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാമല്ലോ, അതുകൊണ്ടാണ്. ഈ ആടിൻ്റെ ബാക്ക് ബോൺ ആട്ടോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മട്ടൺ മാരിനേറ്റ് ചെയ്തൊക്കെ വേണ്ടത്. ഇവിടെ ഞാൻ 1 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതാട്ടോ. ഏകദേശം 2 ഇഞ്ചിൻ്റെ മുകളിൽ ഉണ്ടാവും. ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്ക് പാനിലോട്ട് ചേർക്കാം. നല്ല എരിവ് വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തൈര് ചേർക്കാൻ വേണ്ടത്. ഈ മട്ടൻ ഒന്ന് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാട്ടോ തൈര് ചേർക്കുന്നത്. ഒരു 1/2 കപ്പ് തൈര് ചേർക്കണം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ്. നമുക്കിനി കൈ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വയ്ക്കാം. ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മട്ടനെ നമുക്കൊരു 1/2 മണിക്കൂർ വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ഇതെല്ലാം മട്ടനിൽ പിടിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ പ്രഷർ കുക്കറിൽ മട്ടൻ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മട്ടൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് വേണമെങ്കിൽ വേറൊരു പാനിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചാലും മതി കേട്ടോ. ഈ പ്രഷർ കുക്കർ നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് കേട്ടോ. സോസ് പാനോ ഫ്രൈങ് പാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ കുക്കർ തന്നെ എടുത്താൽ മതി. ഇതിലോട്ട് ഞാൻ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. 1-2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എണ്ണ ചൂടായി വരട്ടെ. ചൂടായ എണ്ണയിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 20-25ഓളം ചെറിയ ഉള്ളി കേട്ടോ, അതും സ്ലൈസ് ചെയ്തെടുത്തിരിക്കുകയാണ്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം നമുക്ക് സ്പൈസസ് ചേർക്കാം. ഞാനിവിടെ ഏലക്ക, പട്ട, ഗ്രാമ്പു ഇവ ചേർത്തിട്ടുള്ളത്. ഒരു 3-4 ഏലക്ക, അതേപോലെ തന്നെ ഗ്രാമ്പു, പിന്നെ ഒരു 1/2 ഇഞ്ച് നീളമുള്ള പട്ട, ഇത്ര എടുക്കാം. നമുക്കിതിലോട്ട് 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള സവാളകളൊക്കെ ചേർക്കാം. ഇതിലോട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ, പകുതിയിലേറെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മട്ടനിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടത്. നമ്മുടെ മട്ടനാണിത്. ഈ മട്ടനെ ഞാൻ 3/4 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 1-2 മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളി മട്ടൻ മസാലേനായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഈ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുള്ള ഈ സവാളയെ നമുക്ക് മട്ടനിലോട്ട് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മട്ടനിൽ ചെറുതായിട്ട് വെള്ളം ഒന്ന് ഇറങ്ങി വരും. നമുക്കിതൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വയ്ക്കാം. ഇപ്പം മട്ടനിൽ വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് മസാല ചേർക്കാം. ഇനി ഞാൻ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർക്കണേ. ഇത് ഫുൾ സ്പൂണാട്ടോ, അല്ലാണ്ട് ലെവൽ സ്പൂണല്ല, ഫുൾ സ്പൂണാണ്. ഇനി ലെവൽ സ്പൂണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ്. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നമുക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലോട്ട് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. ഞാനിവിടെ തക്കാളി വേവിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിരിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോർ ബോട്ടിൽ ടൊമാറ്റോ പ്യൂരി ഉപയോഗിക്കാവുന്നതാണ്. അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും ഇത്. ഓൾറെഡി നമ്മുടെ ടൊമാറ്റോ പ്യൂരിയിൽ വെള്ളമുണ്ട്. പിന്നെ മട്ടനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നത് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ മട്ടനിൽ അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ പോകണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് 3-4 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒരു വിസിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇനി ഒരു 3-4 വിസിൽ പോകട്ടെ. ഇപ്പോൾ നമ്മുടെ കുക്കറിലെ പ്രഷർ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി കുക്കറൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല
നല്ല സ്മെല്ല് മട്ടൻ്റെ ഒക്കെ. ഇതിലോട്ട് ഞാനൊരു ഫൈനൽ ടച്ച് കൊടുക്കുകയാണ്, വേറെ ഒന്നുമല്ല, ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കുരുമുളക് പൊടിയത്. ഇനി ഫ്രഷായിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. പീസസ് ഒക്കെ നന്നായിട്ട് കുക്കായി വന്നോന്നൊന്ന് നോക്കാം. നല്ല തിക്ക് ഗ്രേവി തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ്. ഫ്രണ്ട്സ്, ഇനി നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ മസാല ഞാൻ സെർവ് ചെയ്യുന്നത് പത്തിരിയുടെ കൂടെ കേട്ടോ. നല്ല മലബാർ നൈസ് പത്തിരി ഉണ്ട്, ഇതിൻ്റെ കൂടെയാണ് നമ്മുടെ ഈ മട്ടൻ മസാല ഞാൻ സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഫ്താർ ടൈമിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.